ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. അതായത് ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. നടിക്കെതിരെ ബോബി നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ലൈംഗിക അധിക്ഷേപത്തിനു പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തു വെച്ചിരുന്നത്. പക്ഷേ അതെടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച ആ ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് കരുതി. ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രമുഖ നടി, ഇപ്പൊ കേസിലുള്ളതുകൊണ്ട് നമുക്ക് ആളുടെ പേര് ഇനി പറയാൻ പറ്റില്ല. ആ നടിയുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക ചുവകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരുന്നു. പിന്നീട് ജാമ്യം എടുത്ത് പുറത്തു വന്നു. ജാമ്യം കൊടുത്ത സമയത്ത് തന്നെ കോടതി പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീകൾക്കെതിരായിട്ട് പരാമർശം അല്ലെങ്കിൽ ബോഡി ഷേവിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും സ്ത്രീകളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ധ്വനി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ഈ ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റു പല അവസരങ്ങളിൽ ബോബി ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലർ ആഘോഷിക്കുന്ന കാരണം. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. ഇയാൾ ഈ പറയുന്ന പ്രയോഗങ്ങള് ബോബി ചെമ്മണ്ണൂർ പൊളിച്ചു, മറച്ചടിച്ചു, തിരിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമന്റുകളിട്ട് പലരും ആഘോഷിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ദുരന്തം ഈ കാര്യത്തിൽ. അതിനെതിരെ ഇങ്ങനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾക്കാണ്. ഇയാളിതില് മാപ്പൊക്കെ പറഞ്ഞാണ്, ജയിലിൽ പോകുന്നതിന് ശേഷം മാപ്പെല്ലാം പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു കേസായതിനു ശേഷം എത്രമാത്രം പരിഗണിക്കപ്പെടും എന്നുള്ളതൊക്കെ കണ്ടറിയണം. മാത്രമല്ല പോലീസ് ഇയാളുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച സമയം അത് സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പരിശോധിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസ് മാത്രമല്ല, പല ഇൻസ്റ്റൻസിലും ഇയാൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളാണ് എന്ന രീതിയിൽ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ദ്വയാർത്ഥ പ്രയോഗം നടത്തി അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം, ബോഡി ഷേമിങ്ങുള്ള കാര്യങ്ങൾ. മറ്റേത് സ്റ്റോക്കിംഗ് ആണ്, പിന്നാലെ നടന്ന് ശല്യം ചെയ്തു എന്നുള്ള കാര്യം. ഈ രണ്ട് സംഭവങ്ങൾക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരാളൊരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ വരാൻ പോകുന്ന ഒരു വാദം അതായിരിക്കും. ബോബി ചെമ്മണ്ണൂർ എത്ര പേരെ സഹായിക്കുന്നു, എത്ര പേരുടെ ജീവന് വേണ്ടി അയാൾ പരിശ്രമിച്ചിട്ടുണ്ട്, പിന്നെ അയാൾ നടത്തിയിട്ടുള്ള പല ശ്രമങ്ങളും, രക്തദാനം പോലുള്ള വിഷയങ്ങൾ പ്രൊമോട്ട് ചെയ്തതിന് വേണ്ടിയുള്ള നടത്തിയുള്ള ശ്രമങ്ങളൊക്കെ ആളുകൾ എടുത്തുകൊണ്ടെന്ന് കാണിക്കും. പക്ഷേ എനിക്ക് അപ്പോഴെപ്പോഴും പറയാനുള്ളത്, ഒരാളൊരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരാളൊരു ചാരിറ്റി ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ ഈ നാട്ടിലെ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആയാലും അല്ലാത്തൊരാളാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന പരിഗണന നിയമത്തിന് മുമ്പിൽ ഒരേപോലെ ആയിരിക്കണം. അതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തുടർന്ന് വരുന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. രണ്ടാമത്തെ വിഷയം, മുകേഷ് എം നായർ എന്ന വ്ളോഗറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. തിരുവനന്തപുരം വെസ്റ്റ്ഫോർഡ് സ്കൂളിലെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് മുകേഷ് എന്ന് പറയുന്ന വ്ളോഗർ പങ്കെടുക്കുകയും അത് പിന്നീട് വിവാദമാകുകയും ചെയ്തു. വിവാദമാകാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, പോക്സോ കേസ് നേരിടുന്ന ഒരു വ്യക്തി, അത് ആദ്യത്തെ കാര്യത്തിൽ കുറ്റം തെളിയിക്കേണ്ടതുണ്ട്, അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് എടുക്കാം. പക്ഷെ രണ്ടാമത്തെ കാര്യം അങ്ങനെയല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാൾ മദ്യവും ബാറുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസ് വന്നിട്ടുള്ളതാണ്. ആ വാർത്ത എന്തെങ്കിലും വിചാരം. യൂട്യൂബർ മുകേഷ് എം നായർക്കെതിരെ 2 എക്സൈസ് കേസുകൾ കൂടി. ബാറുകളിലെ മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്ന വിധം സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയതിനാണ് കേസ്. ബാർ ലൈസൻസുകളെയും പ്രതി ചേർത്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലവിലുള്ള, ഇപ്പോൾ മദ്യം സുലഭമാണ്, മദ്യം വിറ്റാണ് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ കൂടി ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ ആക്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, സ്കൂളിൽ നിന്നൊരു നിശ്ചിത ദൂരത്തായിരിക്കണം ഒരു മദ്യശാല അല്ലെങ്കിൽ മദ്യവിൽപ്പനശാല പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. കാരണം വളർന്നു വരുന്ന തലമുറയെ സ്വാധീനിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ, പോക്സോയുടെ കാര്യം മാറ്റിവെച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആ കുട്ടികൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൺസേൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ചില വിശദീകരണം നൽകി. അത് ഓൾറെഡി തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും എന്താണ് ഈ പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ടു നോക്കാം. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് JCI ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം റോയൽ സിറ്റിയുടെ മെമ്പേഴ്സാണ്. ഫംഗ്ഷൻ ഏതാണ്ട് തീരാറായപ്പോഴാണ് ഇദ്ദേഹം കടന്നു വരുന്നത്. അപ്പോൾ ഇവർ കൂട്ടിയിട്ട് വന്നതായിരിക്കും. ഇതാണ് നമുക്ക് സ്കൂളുമായിട്ട് ഞങ്ങളൊരു നോട്ടീസോ ഒന്നും അടിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചോ അല്ല ഫോട്ടോ വെച്ചോ ഒന്നും നമ്മൾ നോട്ടീസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സംഭവം JCI ചെയ്ത കാര്യമാണെന്ന് JCI തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്നെ ഒരു ഖേദ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിവാദം വന്നതിലൊരു അവർ ഖേദിക്കുന്നു, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെയാണ് ഇയാളെ കൊണ്ടുവന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ന്യായീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ഈ പ്രിൻസിപ്പൽ പറയുന്ന കാര്യം ശരിയല്ല.
ഒന്ന്, ഈ പ്രോഗ്രാമിൽ അയാൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നില്ല, അവസാനമാണ് എത്തിയതെന്നുള്ളത്. ഈ സംഭവം ഈ വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓൾമോസ്റ്റ് ആ പരിപാടിയുടെ എല്ലാ കാര്യത്തിലും ഈ മുകേഷ് പങ്കെടുത്തു എന്നുള്ളത്. ഇത് അയാളുടെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന സംഭവമാണ്, ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആ പഠനോപകരണങ്ങൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അവാർഡ് ദാനം കാണുന്നുണ്ട്, JCIയുടെ വ്യക്തി സംസാരിക്കുന്നുണ്ട്, മുകേഷ് സംസാരിക്കുന്നുണ്ട്, അവാർഡ് കൊടുക്കുന്ന രംഗമുണ്ട്. അപ്പോൾ വലിയൊരു ഭാഗത്ത് മുകേഷ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ തന്നെ വ്യക്തമാണ്. ആ സമയത്ത് പ്രിൻസിപ്പൾ എന്ന് പറയുകയാണ് ഇത് തീരാറായ സമയത്താണ് അയാൾ വന്നത് എന്ന് പറയുന്നത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്, മുകേഷ് അയാളുടെ സോഷ്യൽ മീഡിയ ഇരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ ഈ നോട്ടീസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികൾ, വാർഡ് മെമ്പർ അടക്കമുള്ളവർ, പ്രിൻസിപ്പളിന്റെ ഫോട്ടോയുണ്ട്, JCIയുടെ അവിടെ അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ ചിത്രമുണ്ട്, പിന്നെ ഇയാളുടെ ചിത്രം വരുന്നു, പിന്നെ ഫോർത്ത് വാർഡ് കൗൺസിലർ, അവിടെ വാർഡിലെ കൗൺസിലർ ആയിട്ടുള്ള വ്യക്തിയുണ്ട്, പിന്നെ JCIയുടെ പ്രസിഡന്റ്, ഹെഡ് മാസ്റ്ററിന്റെ ചിത്രമുണ്ട്, സൺ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ MD, ഇവരെല്ലാവരും പങ്കെടുത്തുള്ള ഒരു പരിപാടിയാണ്. ആ പോസ്റ്റർ കണ്ടാൽ മനസ്സിലാവും. ഈ പോസ്റ്റർ ആരാണ് ഇറക്കിയത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പോസ്റ്റർ ഇറക്കിയത് സ്കൂളല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും സ്കൂൾ അധികൃതർ കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവാം. ഇനി ഞാൻ ഈ JC എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ സോഷ്യൽ മീഡിയ സംഭവം എടുത്തു നോക്കി. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജാണ് ഈ കാണുന്നത്. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കുറേ അധികം സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോയി നോക്കി. കുറേ അധികം ചെന്നിട്ടും ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ചുള്ള ഏതെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ, പക്ഷെ അതേസമയം മറ്റു സ്കൂളുകളിൽ നടന്നുള്ള പരിപാടികളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പരിപാടി ഒരു 8ന്റെ പണിയെ മാറിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവര് ഈ സംഭവം ഒന്നല്ലെങ്കിൽ നേരത്തെ പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ അത് പിൻവലിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും നേരത്തെ കാണിച്ച ആ പോസ്റ്റർ അത് സ്കൂളുകാർ കണ്ടിട്ടുണ്ടാവണം. ഇനി കണ്ടിട്ടില്ല, അവസാന നിമിഷമാണ് വന്നതെങ്കിൽ കൂടി ഇയാളെപ്പോഴുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ, ആ സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയിൽ, പ്രത്യേകിച്ച് 2 വിഷയങ്ങൾ, മദ്യമായിട്ട് ബന്ധപ്പെട്ട മദ്യം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, പോക്സ്കോ കേസിൽ കുറ്റാരോപിതനാണെന്ന കാര്യത്തിൽ, ഈ 2 കാര്യത്തിലും അറിയാവുന്ന ഒരു വ്യക്തിയെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചത് വലിയൊരു പ്രശ്നമാണ്. ഇനി അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ JCI എന്ന് പറയുന്ന ഈ സ്ഥാപനം, ആ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് എനിക്ക് മനസ്സിലാത്തത്. അവർ പറഞ്ഞത് ഞങ്ങളിതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നടത്താതെയാണ് ഞങ്ങൾ ആളെ വിളിച്ചതെന്നാണ്. പക്ഷേ ഇവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്, ഈ JCI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മിഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് എംപവർ യങ് പീപ്പിൾ ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ച്. അതായത് സമൂഹത്തിന് ഭാവിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുത്തേണ്ടുന്ന ഒരു യങ് ലീഡർഷിപ്പിനെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ JCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അതാണ് അവരുടെ മിഷൻ. അവരുടെ വിഷൻ എഴുതിയിട്ടുണ്ട് ടു ബി ദ ഫോർമോസ്റ്റ് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് യങ് ലീഡേഴ്സ്. അപ്പോൾ അത്തരത്തിൽ യുവ നേതൃത്വത്തെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു പരിപാടിക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തില്ല എന്നൊക്കെ പറയുന്നത് അത് ദഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ മുകേഷ് പറയുന്ന കാര്യം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ വീഡിയോയിൽ പറയുന്നൊരു കാര്യം, എന്നെ പോലെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് പോപ്പുലാരിറ്റി ഉണ്ടാകുമെന്ന് മനസ്സിലായി. അതായിരിക്കും ഇവർ ഉപയോഗിച്ച് അയാൾ ആ പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്ന ഒരു സ്റ്റോറിയിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസിലോ പറഞ്ഞിരുന്ന കാര്യമാണ്. JCI എന്ന് പറയുന്ന സംഘടനയെ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ കാര്യം മാത്രമായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ JCIക്കും അതേപോലെ തന്നെ ഈ സ്കൂള് പ്രിൻസിപ്പൽ അടക്കമുള്ള സ്കൂൾ അധികൃതർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. പിന്നെ വാർഡ് കൗൺസിലർ പങ്കെടുത്തു എന്ന് പറയുന്നു. അവരും ഒരു ജനപ്രതിനിധി, അവർക്ക് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട ആളായിരുന്നു, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എഴുന്നേറ്റൊന്നും പറയേണ്ട ഒരാളായിരുന്നു. ഇത്തരത്തിലൊരാളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രശ്നം ഇനി അത് പരസ്യമായിട്ട് പറഞ്ഞില്ല, പരസ്യമായിട്ട് അപമാനിക്കേണ്ട, അവർക്ക് മാറ്റി നിർത്താം, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇതൊരു വിവാദമായിട്ട് മാറിയത്. അപ്പോൾ ചുമ്മാ ഞങ്ങളിതറിഞ്ഞില്ല, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, അല്ലെങ്കിൽ JCIക്കാരാണ് കൊണ്ടുവന്നത്, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വിധത്തിലും ന്യായീകരണവുമില്ല. ഇപ്പം അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പ്രിൻസിപ്പള് ഈ വിഷയത്തിൽ കുറ്റവിമുക്തനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുകേഷ് നായർ ചടങ്ങിൽ അതിഥിയായി വന്നത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടായാൽ പോലും
പ്രിൻസിപ്പലിന്റെ ഉത്തരവാദിത്വം ഇതിൽ ഇല്ലാതാകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷേ ആ റിപ്പോർട്ട് തിരിച്ചയക്കാനുള്ള കാരണം എന്ത് നടപടി എടുക്കണമെന്നുള്ള കാര്യം അതിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്ത് നടപടി എടുക്കുന്നുള്ള കാര്യത്തോടെ റിപ്പോർട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, പ്രത്യേകിച്ച് സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങളിലെ യങ് ബഡ്സിനെ അവരുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഓർഗനൈസേഷൻ ആയാലും അല്ലെങ്കിൽ സ്കൂളിൻ്റെ അധികൃതരായാലും ഇതുപോലുള്ള ഒരു തെറ്റായ എക്സാമ്പിൾ മുന്നോട്ട് കൊണ്ടുവെക്കുന്നത് ശരിയല്ല. എന്താണ് ഈ രണ്ട് വിഷയത്തിലും പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.